ഹലോ ഗൈസ്, ഇന്ന് പണിമുടക്കാണ്. പക്ഷെ നമുക്ക് ഇന്ന് എക്സാം ഉണ്ട് ഗൈസ്. അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് ആഹാരം കഴിക്കുവാണ്. അങ്ങനെ പോവും അച്ഛൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ട്രെയിനിന് പോയാൽ നമുക്ക് ട്രെയിനില്ല, രാവിലെ ബസ്സും ഇല്ല. അങ്ങനെ പോകാനാ അത് അച്ഛൻ കൊണ്ടുപോകും. പഠിച്ചോ? ഞാൻ വിചാരിച്ചത് സമരം കാരണം ഇനി എക്സാം മാറ്റി വെക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താ, എക്സാം മാറ്റി വെച്ചില്ല. അല്ല, ന്യൂസിൽ കാണിച്ചു കേട്ടോ. ബാക്കി കേരള കണ്ണൂറാണോ MG സർവകലാശാലയുടെ ഒക്കെ എക്സാമുകൾ മാറ്റി വെച്ചു. പക്ഷെ PGയുടെ മാറ്റിയിട്ടില്ല, പിന്നെ ഇഗ്നുവിന്റെ മാറ്റിയിട്ടില്ല. അതിന് മാറ്റം ഇല്ല എന്ന് എന്തൊക്കെ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു ന്യൂസിൽ. അതുവരെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാറ്റുമെന്ന്. അപ്പൊ ഗൈസ്, നമ്മൾ എന്തായാലും പോവല്ലേ. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് എക്സാം എന്ന് എഴുതി വെച്ചേക്കാം. കാരണം ആരും ഒന്നും ചോദിക്കരുത്. ഇതൊക്കെ വേണോ? ഇരിക്കട്ടെ. ഇത് വല്ലാത്തൊരു എക്സാം ആയി പോയി. എന്താ, ഇച്ചിരി വലുതായിട്ടൊക്കെ കാണണ്ടേ? സമര അനുകൂലികൾ കാണണം. കണ്ടിട്ട് നമ്മളോടൊന്നും ചോദിക്കരുത്. എക്സാം എഴുതുന്നില്ല എന്ന് തീരുമാനിച്ച് ചിലര് ഒട്ടും വരാൻ പറ്റാത്തവരൊക്കെ. പക്ഷെ അവർ ഒരു വർഷമല്ലേ പോന്നേ. സമരം ആയതുകൊണ്ട് എങ്ങൊന്നും ആഹാരം പോലും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോറൊക്കെ റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുപോവാം. കുറച്ച് മതി. അരിക്ക് വേണ്ട, അവള് കഴിച്ചിട്ട് പോവാന്നാ പറയുന്നേ. അല്ലേ പിന്നെ അത് കഴിക്കാൻ ഉച്ചക്ക് എക്സാമിന് തൊട്ട് മുമ്പേ കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാ പറയുന്നേ. അവിടുന്ന് മീൻ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇന്ന് ഹർത്താലായിട്ട് ഇന്നലെ ഇവിടെ മീനൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എത്ര പേര് ഇന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും ഇല്ലയോ ഈ സമരം കാരണമേ. ദൂരെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ നമ്മൾ ഒരു റിസ്ക് എടുത്താ പോന്നേ. സ്വകാര്യ വാഹനങ്ങളൊന്നും തടയുന്നില്ലെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് പോവുക അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ന് റിസ്ക് എടുത്ത് പോവുക. ചമ്മന്തി, എല്ലാം എൻ്റെ ഫേവററ്റ് കറികള്. ഞങ്ങൾ ഫേവററ്റ് സെറ്റായി. ഒരു മീനിന്റെ മുട്ടയും തീർന്നു പോയി നമ്മുടെ. അതുകൊണ്ട് മുട്ടയും പൊരിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഇതൊക്കെ മതി. നമ്മൾ ഇങ്ങനെ കഴിക്കാനായിട്ടല്ലേ പോവല്ലോ. അതെ, വിശപ്പിന് വേണ്ടി മാത്രം കുറച്ച് കഴിച്ചാൽ മതി. നമ്മുടെ ചോറ്, വെള്ളം. എക്സാമിന് പോവാ. ചോറ്, വെള്ളം, ഫുഡ് ഫെസ്റ്റിന് ഒന്നുമില്ല. എല്ലാം റെഡിയായി ബാഗിനകത്തും വെച്ചു. ഇറങ്ങാറായി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ലിപ്സ്റ്റിക് ഇട്ടിട്ടേ ഉള്ളു. ഗൈസ്, നമ്മൾ എക്സാമിന് പോവാണ് ഗൈസ്, വിത്ത് എക്സാം ബോർഡ്. അയ്യോ, എക്സാമുമായിട്ട് പോവാ. എക്സാമുമായിട്ട് പോവാണ്. ഇതെന്ത് സൈഡില് ഞാനിട്ട് അല്ല, നമ്മളെല്ലാവരും ആലങ്കാരികമാക്കിട്ട് പോണല്ലോ. അപ്പൊ ഗൈസ്, വിഷ് മീ ബെസ്റ്റ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങട്ടെ. മേളില്ലല്ലോ. ഗൈസ്, ഓക്കെ. സാഹസികമായ എക്സാം യാത്രയാണ് ഗൈസ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ, ആരെങ്കിലും വന്നാ നമ്മളെന്തോ ചെയ്യും? ഞാൻ കാറി നോക്കി ഓടുന്നു. അല്ല, ഞാനിറങ്ങി ഓടുവേ. അച്ഛൻ ധൈര്യമായിട്ട് നിക്കുവല്ലേ. ആ എക്സാമിന് എഴുതിയേക്കുന്ന കേട്ടോ ഗൈസ് അവിടെ.
അപ്പൊ നമുക്ക് പോയി ധൈര്യമായിട്ട് എക്സാം എഴുതിയിട്ട് വരാം ഗൈസ്. യെസ്, കൊട്ടാരക്കരയായി ഇവിടൊക്കെ. ഈ റോഡൊക്കെ എന്നാ തിരക്കുള്ള റോഡാന്നറിയോ? കണ്ട എല്ലാം വിജനമായിട്ട് കിടക്കുക, കടകളെല്ലാം അടഞ്ഞ്. പക്ഷെ അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് ആൾക്കാർ. സ്വകാര്യ ബസ്സുകളുണ്ട്. പോലീസൊക്കെ നിപ്പുണ്ട് കേട്ടോ, പോലീസ് നിപ്പുണ്ട്. ഈശ്വര, ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ അല്ല, അവര് വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നിക്കുക. നമ്മള് ബോർഡ് വെച്ചോണ്ട് കാര്യമായി. പോലീസുകാര് ആദ്യം കൈ കാണിച്ച് നിർത്തി എന്തുവാന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ബോർഡ് കണ്ടപ്പോ ഒരു പൊക്കോ എന്ന് പറഞ്ഞു. അതെന്തായാലും കാര്യമായി. അത് അച്ഛന്റെ ബ്രില്യൻസ് ആട്ടോ. അങ്ങനെ നമ്മൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ കോളേജിലെത്തി. ആര്യൊക്കെ എക്സാമിന് എഴുതുന്നിടത്തോട്ട് പോയി. ഞങ്ങളിവിടെ വെയിറ്റിംഗില്ല. ഇരുന്ന് ബോറടിച്ചോ? ഇല്ല. എത്ര മണിക്കൂർ കൊണ്ട് ഇരിക്കുക? എത്ര സമയമായി? 4:30. ഓ, വരുന്നുണ്ട് എക്സാം കഴിഞ്ഞിട്ട്. അപ്പൊ ഗൈസ്, എക്സാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സാം ആയിരുന്നു. പിന്നെ ഇപ്പഴാ വൈകിട്ടായപ്പോഴത്തേക്കും നല്ല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാരും ഇറങ്ങി തുടങ്ങി. 2 വീലേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാറുകൾ അതിൽ കൂടുതലുണ്ട്. പിന്നെ ഒരു കടയൊന്നുമില്ല, അതാണ് ആകെയുള്ളൊരു പ്രശ്നം. നല്ല വിശക്കുന്നുണ്ട് എല്ലാരും. എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാൻ നോക്കിയിട്ട് കടയൊന്നും കാണുന്നില്ല. പക്ഷെ അതല്ലാതെ കുഴപ്പമൊന്നുമില്ല. എല്ലാരും റോഡിലൊക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാരും സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സേഫ് ആണ് അല്ലേ?